അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. സ്നേഹമുള്ള സഹോദരന്മാരെ, അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ്റെ അടുക്കൽ സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു മജ്‌ലിസിന്, ഈ ഒരു സദസ്സിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. എത്രത്തോളം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുന്ന, അതിന് പകരം നിൽക്കുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. മറ്റൊരു വിഷയമാണ്. അതിന് വലിയ അധ്വാനമില്ലാതെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ആ ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുന്ന പല കർമ്മങ്ങളിലും ഒന്നാണ് വീട്ടിൽ നിന്ന് ജമാഅത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് എത്തിയാൽ ജമാഅത്ത് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുമോ? ഇല്ല. ഇന്ന് എന്ത് വേണം? ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. വീട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? വുളു എടുക്കണം. ഒറ്റ വിഷയമുള്ളൂ. വുളു എടുക്കുന്നത്, അംഗശുദ്ധി വരുത്തുന്നത് വീട്ടിൽ നിന്നായിരിക്കണം, പള്ളിയിൽ വെച്ചാൽ. അപ്പൊ വീട്ടിൽ നിന്ന് വുളു എടുത്ത് പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിലേക്ക് ഒരാൾ നടന്നു വന്നാൽ അവന് ഹജ്ജിന്റെയും ഉംറയും പ്രതിഫലം. അതോടൊപ്പം മറ്റൊരു നിയത്തും കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. പള്ളിയിൽ ഒരു ക്ലാസ് ഉണ്ട്, ഒരു തഅലീമുണ്ട്, അതെനിക്ക് എന്ത് ചെയ്യണം? കേൾക്കണം. രണ്ടാമത്തെ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമായി. ഒരേ സമയത്ത് രണ്ട് പ്രതിഫലം. ഒന്ന്, വീട്ടിൽ നിന്ന് വുളു എടുത്ത് പള്ളിയിലേക്ക് വരിക. അവിടെ ചെല്ലുമ്പോൾ പള്ളിയിൽ ഒരു ക്ലാസ് ഉണ്ട്, അതും കൂടി എന്ത് ചെയ്യണം? എനിക്ക് കേൾക്കണം എന്ന ഒരു നിയത്തും കൂടി നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ രണ്ട് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം നൽകിയിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ, وَمَجْتَمَعَ قَوْمٌ مِّن بَيْتٍ مِّن بُيُوتِ اللَّهِ يَتْلُونَ كِتَابَ اللَّهِ وَيَتَدَارَسُونَهُ بَيْنَهُمْ إِلَّا نَزَّلَتْ عَلَيْهِمُ السَّكِينَةُ وَغَشِيَتْهُمُ الرَّحْمَةُ وَحَفَّتْهُمُ الْمَلَائِكَةُ وَذَكَرَهُمُ اللَّهُ فِي مَنْ عِندَهُ. وَمَجْتَمَعَ قَوْمٌ مِّن بَيْتٍ مِّن بُيُوتِ اللَّهِ, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട അവന്റെ ഒരു ഭവനത്തിൽ, അവന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും യത്ലൂന കിതാബല്ലാഹ്, എന്നിട്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥം, അവന്റെ ഖുർആൻ പാരായണം ചെയ്യുകയും വയതദാറസൂനഹു ബൈനഹും, എന്നിട്ട് അത് പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്താൽ ഇല്ലാ നസ്സലത അലൈഹിമുസ് സകീന, അവരിലേക്ക് അള്ളാഹുവിന്റെ ശാന്തി വർഷിക്കാതിരിക്കുകയില്ല. റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത്, അവന്റെ കാരുണ്യം അവരെ പൊതിയും. മലായിക, അവരെ അള്ളാഹുവിന്റെ മലക്കുകൾ ആവരണം ചെയ്യും.
വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. ആ മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ അവരെ കുറിച്ച് അഭിമാനപൂർവ്വം സംസാരിക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആൻ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം വേദികൾ, ഇത്തരം സദസ്സുകൾ അവിടെ ഇല്ലാ നസ്സറതു അലൈഹിമുസ് സക്കീന, അവിടെ അള്ളാഹുവിന്റെ സക്കീനത്ത് അഥവാ ശാന്തി അവരിലേക്ക് ഇറങ്ങി വരും. അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത്, ആ റബ്ബിന്റെ കാരുണ്യം അവരെ ആവരണം ചെയ്യും. ഫഹഫ്തത്തുഹുൽ മലായിക, അതുപോലെ മലക്കുകൾ അവരെ വലയം ചെയ്യും. മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആ മലക്കുകൾ കയറിപ്പോകും. എന്നിട്ട് ആ സദസ്സിലുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിനോട്, നിന്റെ ഇന്ന അടിമകൾ ഇന്ന പ്രദേശത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, അവര് ഖുർആൻ പഠിക്കുകയാണ്, ഖുർആൻ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിനോട് നമ്മളെ കുറിച്ച്. അപ്പോ ഇത്തരം സദസ്സുകളിൽ വന്നിരിക്കുക, ഇത് കേൾക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖ് തന്നെയാണ്. മലക്കുകളുടെ ആശീർവാദം ലഭിക്കുന്ന സംഗതിയാണ്. നമ്മളെ കുറിച്ച് റബ്ബിന്റെ അടുക്കൽ ചെന്ന് അഭിമാനത്തോടു കൂടി മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സംസാരിക്കുമെന്ന ഇന്ന ഇന്ന വ്യക്തികൾ ആ സദസ്സിലുണ്ട്. അവർ ഖുർആൻ പഠിക്കുക എന്നുള്ള നിയ്യത്തോടു കൂടിയാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. നമ്മളെ കുറിച്ച് റബ്ബിനോട് പറയും. മാത്രം മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് മലക്കുകൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ സഹോദരങ്ങളെ, അത്ര ശ്രേഷ്ഠമായ ഒരു സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്നത് എന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കണം ആദ്യാവസാനം ഇത്തരം ഖുർആൻ വേദികളിൽ നമ്മൾ ഇരിക്കേണ്ടത്. എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളതാണ്, ഇതൊരു തുടക്കമാണ്. നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാകണം. നമുക്കൊക്കെ അറിയാം, നമ്മൾ അഭിമാനപൂർവ്വം നമ്മൾ ഓരോരുത്തരും പറയുന്ന സംഗതിയാ ഖുർആൻ നമ്മുടെ ഗ്രന്ഥമാണ്. അല്ല, ലോക മുസ്ലിങ്ങളുടേതല്ല, ലോകത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും മാർഗത ഹുദല്ലിന്നാസ്, അല്ലെ, ജനങ്ങൾക്കുള്ള ഹുദയാണ് ഖുർആൻ എന്ന് പറയുകയും അതുപോലെ മനസ്സിൽ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. എങ്കിൽ ആ ഖുർആനെ കുറിച്ച്, അല്ലെ ഖുർആനുമായുള്ള നമ്മുടെ അടുപ്പം, ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. ആ പരിശുദ്ധ റമദാൻ വരുമ്പോൾ മാത്രം ആ ഖുർആൻ കയ്യിലെടുക്കുകയും അത് പാരായണം ചെയ്യുകയും കൂടുതലായി അതിനോട് അടുപ്പം വെച്ചു പുലർത്തുകയും ചെയ്യുന്ന അവസ്ഥയിലാണോ നമ്മളുള്ളത്? ആ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത റമദാൻ ആകണം ആ ഷെൽഫിലിരിക്കുന്ന ഓരോ ഖുർആനും പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ. ആലോചിച്ചു, നമ്മുടെ അവസ്ഥ അതല്ലേ? അപ്പോൾ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എത്രത്തോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പാരായണം ചെയ്യപ്പെടണം. അതോടൊപ്പം തന്നെ ഖുർആനിന്റെ അർത്ഥം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജനനം മുതൽ മരണം വരെ അവൻ എങ്ങനെ ജീവിക്കണം എന്നതിന്റെ കൃത്യമായ മാർഗദർശന ഗ്രന്ഥമാണ് ഖുർആൻ. അത് ഖുർആൻ പഠിക്കാതെ എവിടെ നിന്ന് കിട്ടുക? പലരും പല ഭാഗത്തു നിന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പല വിഷയങ്ങളെ സംബന്ധിച്ചും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലുകളും ഉണ്ടാകുമ്പോ ചില ആളുകളെങ്കിലും അല്പം എന്ത് ചെയ്യും? റൂട്ട് മാറാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ? ഖുർആൻ പഠിക്കാത്തതുകൊണ്ടാ. വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഡൗട്ടും ഇല്ല. എന്ന് പറഞ്ഞാല് പല വിഷയങ്ങളിലും അവന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. വിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ ആയത്തുകളിലൂടെ, അതിന്റെ അർത്ഥത്തിലൂടെ, അതിന്റെ ആശയങ്ങളിലൂടെ, അതിന്റെ വിശദീകരണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കും. ഏത് വിഷയത്തെക്കുറിച്ചും ഒരു ബസീറത്തി, ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകും. അത് ഖുർആൻ പഠിച്ചേ പറ്റൂ. പാരായണം ചെയ്തതിന് കൃത്യമായ പുണ്യമുണ്ട്, അതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഖുർആൻ അർത്ഥസഹിതം നമുക്ക് പഠിക്കാൻ സാധിക്കണം. ഏറ്റവും കുറഞ്ഞത് നിർബന്ധമായും ഒരു ദിവസം നമ്മൾ 17 തവണ പാരായണം ചെയ്യുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹയുടെ അർത്ഥം
വളരെ കൃത്യമായി ലഫ്ദ് ഓരോ വാക്കുകളുടെയും അർത്ഥം പറഞ്ഞ് കൃത്യമായി ആ ഫാത്തിഹയുടെ അർത്ഥം പരിപൂർണമായി പറയാൻ സാധിക്കുന്ന ആളുകൾ എത്രയുണ്ട് എന്ന് ചോദിച്ച ഉണ്ടാകാം. വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് അത് സാധിക്കാറുള്ളൂ. ഇതിക്ക് നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഫാത്തിഹയുടെ അർത്ഥം പൂർണ്ണമായി ഞാൻ പറയാം ഇവിടെ വന്ന് എന്ന് പറയണം എന്ന് പറഞ്ഞ ധൈര്യത്തോടുകൂടി എത്ര ആളുകൾക്ക് പറയാൻ സാധിക്കും? ഫാത്തിഹ. അപ്പോ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം നമുക്ക് പഠിക്കണം. സൂറത്തുൽ ഫാത്തിഹ മുതൽ തുടങ്ങി നാസ് വരെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ് എത്രയാണ് നമുക്കറിയാം. അത് മുഴുവൻ ചെലവഴിച്ചാലും ചിലപ്പോ നാസിൽ എത്തിച്ചേരണമെന്നില്ല, അല്ലേ? അമാനികളുടെ തഫ്സീർ നമുക്കറിയാം, 4 ഭാഗം, ഇപ്പൊ 8 വാല്യാണ്. അത് ഇന്ന് നമ്മൾ വായിക്കാൻ ആരംഭിച്ച നമ്മുടെ മരണത്തോടു കൂടി അത് തീർക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം എന്താണ് അറിവിന്റെ ഒരു ബഹറാണ് ഏത് ഖുർആൻ. അപ്പൊ അതിൽ നമ്മളെ കഴിയുന്ന രൂപത്തിൽ നിത്യേന നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഖ്ലാസും ഫലക്കും അതുപോലെ നാസും ചെറിയ ചെറിയ സൂറത്തുകളുടെയെങ്കിലും അർത്ഥം നമുക്ക് പഠിക്കണം. ഈ ഒരു ക്ലാസ് നമുക്ക് ഇന്ന് ആരംഭിച്ച ചിലപ്പോ 1 വർഷം കഴിയുക ഏകദേശം വേണ്ടി വരും ചിലപ്പോ ഈ അമ്മജസ് മുഴുവൻ പഠിച്ചു തീർക്കാൻ. നമ്മൾ റെഡിയാണ്, ഞാൻ റെഡിയാണ്. അപ്പൊ നമ്മള് ഒരു പ്രസംഗമല്ല ഞാൻ വിചാരിച്ചത്, മറിച്ച് നമുക്ക് അടുത്ത ക്ലാസ് മുതലെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആനിലേക്ക് കടക്കാം. എല്ലാവരും ഇവിടെ ഉണ്ടാകണം. ഇങ്ങനെ ഇരുന്നിട്ടല്ല, ഇനി മുകളിലാണെങ്കിൽ കുഴപ്പമില്ല. ഈ പിന്നെ 1 മണിക്കൂറിനപ്പുറത്തോട്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് ക്ലാസ് കേൾക്കാന്ന് പറഞ്ഞാൽ പിന്നെ വലിയ പ്രയാസമുള്ള കാര്യം തന്നെ. 1 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കാന്നുള്ളത്, ഖുത്ബിന്റെ നിർബന്ധാവസ്ഥയിലൊക്കെ 35-40 മിനിറ്റ് ആളുകൾ ഇരിക്കും. ഒരു ഖുർആൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ മാത്രമല്ല, ഖുർആൻ പഠനമാണ്. അപ്പൊ പിന്നെ ചെറിയൊരു ബുക്കും ഒരു പേനയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കറിയാത്ത ചില കാര്യങ്ങൾ കേൾക്കുന്നതൊക്കെ അതിന് നോട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കണം, നമ്മുടെ ഭാര്യമാർ സ്ത്രീകൾ പങ്കെടുക്കണം. എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഒരു ഖുർആൻ വിജ്ഞാന വേദി ആഴ്ചയിൽ ദിവസം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇത്രയും മനോഹരമായ ഒരു പള്ളി ഈ ഒരു പ്രദേശത്തോടെ ഉണ്ടായി. ഈ പള്ളിയിൽ നിന്നും ഹുദ വെളിച്ചം ഈ സമൂഹത്തിലേക്ക് എത്തണം. അതിന് നമ്മളെ കൊണ്ട് കഴിയണം. അത് നമുക്ക് സാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഖുർആൻ പഠന വേദികൾ. വെള്ളിയാഴ്ച വെറും ഒരു ജുമയ്ക്ക് വേണ്ടി മാത്രം ഇത്രയും കാശ് മുടക്കി ഒരു പള്ളിയുടെ ആവശ്യമില്ല. മറിച്ച് പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ കലാം പഠിപ്പിക്കപ്പെടണം. അതിനുള്ള അവസരങ്ങളും ഉണ്ടാക്കണം. നമ്മളൊക്കെ അതിന് പങ്കാളികളാകണം, പങ്കെടുക്കണം. അതുപോലെ നമുക്കറിയാവുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഇതിലേക്ക് ക്ഷണിക്കണം. എന്നിട്ട് നമുക്ക് ഖുർആൻ വിജ്ഞാന വേദി, ഖുർആൻ പഠന വേദി നമുക്ക് ആരംഭിക്കണം. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഏത് സമയം എന്നത് നമ്മൾ ആലോചിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാവൂ. എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ പറ്റിയ പിന്നെ സമയം കണ്ടെത്തി പിന്നെ ആ ഒരു സമയത്ത് ഒരു പരിപാടി, ഒരു പ്രോഗ്രാം ഞാൻ എന്ത് ചെയ്യൂല, ആഴ്ചയില് ഏൽക്കൂല, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ പോകൂല എന്ന തീരുമാനത്തോടു കൂടി എനിക്ക് ഖുർആൻ പഠിക്കണം എന്ന ചിന്തയോടുകൂടി ആ ഖുർആൻ പഠന വേദിയിലേക്ക് വരാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ആലോചിക്കണം എപ്പോഴാണെന്നുള്ളത്. ഫാത്തിഹ മുതൽ നമുക്ക് ഓരോ ആയത്തും അർത്ഥവും പഠിച്ച് മുമ്പോട്ട് പോകണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നമുക്ക് മാറാകട്ടെ. അപ്പോ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കാണാം. തന്റെ കുതിരയെ സമീപത്ത് കെട്ടിക്കൊണ്ട് രാത്രി അദ്ദേഹം അൽ ബഖറ സൂറത്ത് ഓതി നമസ്കരിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ കുതിര ചാടാൻ തുടങ്ങി. ഓത്ത് നിർത്തിയപ്പോൾ കുതിരയും അടങ്ങി. വീണ്ടും അദ്ദേഹം ഓത്ത് തുടങ്ങിയപ്പോ കുതിര ചാടാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹം മൗനം പാലിച്ചു, ഓത്ത് നിർത്തി, കുതിരയും അടങ്ങി. വീണ്ടും അതുപോലെ ആവർത്തിച്ചു. അവസാനം അദ്ദേഹം നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. അടുത്തിരിക്കുന്ന തന്റെ മകൻ യഹിയാക്ക് എന്തെങ്കിലും ആപത്തുണ്ടാകുമോ, അല്ലെങ്കിൽ ആ കുതിര മകനെ ഉപദ്രവിച്ചേക്കുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. നമസ്കാരാനന്തരം കുട്ടിയെ അവിടെ നിന്നും അദ്ദേഹം എടുത്തു മാറ്റി
ആകാശത്തേക്ക് തലയുയർത്തി നോക്കിയപ്പോൾ ആകാശം കാണാൻ സാധിക്കുന്നില്ല. നേരം പുലർന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് ഈ സഹാബി ഈ സംഭവം വിശദീകരിക്കാൻ. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഉദൈറിന്റെ പുത്ര, ഇനി നീ പാരായണം ചെയ്തു കൊള്ളുക, നീ ഇനിയും ഖുർആൻ ഓതിക്കൊള്ളുക. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എന്റെ കുട്ടി യഹിയായ കുതിര ചവിട്ടിയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവൻ ആ കുതിരയുടെ അടുത്തായിരുന്നു. ആ സമയത്ത് കുട പോലൊരു വസ്തു, വിളക്കുകൾ പോലുള്ള എന്തോ അതിൽ ഞാൻ കാണുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെന്താണെന്ന് നിനക്കറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് തിൽക്കൽ മലായിക, അതാണ് മലക്കുകൾ. നിന്റെ ഓത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് മലക്കുകൾ വന്നതാണ്. നീ അത് ഓതിക്കൊണ്ടിരുന്നുവെങ്കിൽ ആ മലക്കുകൾ വിട്ടുപോകാതെ തന്നെ അവിടെ തന്നെ നിൽക്കുകയും പ്രഭാതത്തിൽ ജനങ്ങൾക്ക് മുഴുവൻ ആ മലക്കുകളെ കാണാൻ സാധിക്കുമായിരുന്നു. സുഹൈൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ. സൂറത്തുൽ ബഖറ ഓതിയ സമയത്ത് ഉണ്ടായ സംഭവമാണ്. അദ്ദേഹത്തിൽ എന്തോ വിളക്കുകൾ പോലെ ചിലത് ആകാശത്ത് ഇങ്ങനെ കാണുകയുണ്ടായി. അള്ളാന്റെ റസൂൽ പറഞ്ഞ, ആ വന്നതാരാ? മലക്കുകൾ. നിന്റെ ഓത്ത് നിർത്തിയപ്പോ ആ മലക്കുകൾ തിരിച്ചുപോയി. നീ ഓത്ത് അവസാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നേരം പുലരുമ്പോൾ ആ മലക്കുകളെ കാണാൻ സാധിക്കുമായിരുന്നു. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസാണ്. നമുക്ക് സുപരിചിതമായ ഒരു ഹദീസ്. അത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിപ്പിക്കുകയും വഅല്ലമഹു, അത്